ഒമാൻ മലയാളീസ് ഇന്നത്തെ വാർത്തകൾ. ഒമാൻ ന്യൂസ് ബ്രോട്ട് യു ബൈ അബീർ ഹോസ്പിറ്റൽ, റുവി, മസ്കറ്റ്. അബീർ ഹോസ്പിറ്റൽ, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. നമസ്കാരം. അബീർ ആശുപത്രിയും മോഡേൺ എക്സ്ചേഞ്ചും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളുമായി ഷിലിൻ പൊയ്യാറ. ഇന്ന് മെയ് 10 ഞായറാഴ്ച, റമദാൻ 16. ഇന്ന് ലോക മാതൃദിനം. അമ്മ എന്ന രണ്ടക്ഷരമാണ് ജീവിതത്തിൽ നാം ആദ്യമായി കേൾക്കുന്നതും ആദ്യമായി ഉച്ചരിക്കുന്നതും ആദ്യമായി പഠിക്കുന്നതും. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ നിറഞ്ഞിരിക്കുന്ന സ്നേഹം, വാത്സല്യം, കരുതൽ, പ്രതീക്ഷ ഇവയൊക്കെയാണ് അമ്മ. അമ്മ എന്ന സത്യം ഒരു ദിവസം കൊണ്ടല്ല ആചരിക്കേണ്ടത്, ഒരു ജീവിതം കൊണ്ടാണ്. അവരെ സ്നേഹിക്കുകയും പരിചരിക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്തുകൊണ്ട് ഒരു ദിവസമെങ്കിലും ജീവിച്ചില്ല എങ്കിൽ ഈ ജന്മം കൊണ്ട് നമ്മൾ എന്താണ് നേടുക? എന്തൊക്കെ നേടിയാലും അതൊക്കെ വിഫലമാണ്. കാരണം അമ്മ എന്ന ഒരു സത്യം മാത്രമാണ് ഇന്ന് നമ്മളെ നമ്മളാക്കി തീർത്തത്. മാതാവ് എന്ന അനുഭൂതിയിലൂടെ ലോകത്തിൽ സഞ്ചരിക്കുവാൻ അവസരം നൽകിയ പങ്കാളികൾക്കും ആ യാത്രയെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങിയ എല്ലാ അമ്മമാർക്കും സ്നേഹം നിറഞ്ഞ മാതൃദിനാശംസകൾ. കോവിഡ് തീർത്ത പ്രതിസന്ധികളെ ഭേദിച്ചുകൊണ്ട് ഒമാനിൽ നിന്നുള്ള 181 മലയാളികൾ നാടിന്റെ സ്നേഹത്തണലിലേക്ക്. 4 കുട്ടികളും 177 മുതിർന്നവരും ഉൾപ്പെട്ട ആദ്യ സംഘവുമായി എയർ ഇന്ത്യ വിമാനം മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും 1 മണിക്കൂറിലധികം വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്തത്. വൈകിട്ട് 4:15 പുറപ്പെടുമെന്നാണ് നേരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നത്. 5:30 മസ്കറ്റിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തത്. ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്ത 20,000-ത്തിലധികം ആളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 177 പേർക്കായിരുന്നു അവസരം. ഇതോടൊപ്പമുള്ള 4 കൈക്കുഞ്ഞുങ്ങൾക്കും യാത്ര അനുവദിച്ചിരുന്നു. ജോലി നഷ്ടപ്പെട്ടവർ, അടിയന്തര ചികിത്സ ആവശ്യമുള്ളവർ, ഗർഭിണികൾ എന്നിവർക്കായിരുന്നു മുൻഗണന. 77 പേർ ചികിത്സ ആവശ്യാർത്ഥവും നാട്ടിൽ മടങ്ങുന്നവരും 48 പേർ ഗർഭിണികളും ആദ്യ സംഘത്തിലുണ്ടായിരുന്നു. 22 തൊഴിലാളികളും സന്ദർശന വിസയിലെത്തിയ ഒമാനിൽ കുടുങ്ങിയ 30 പേരുമാണ് മറ്റു യാത്രക്കാർ. ഉച്ചയോടെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർക്ക് മാസ്കും ഗ്ലൗസും അടങ്ങിയ കിറ്റ് ഇന്ത്യൻ എംബസിയും KMCCയും ചേർന്ന് വിതരണം ചെയ്തു. യാത്രക്കാർക്ക് നിർദ്ദേശങ്ങളുമായി ഇന്ത്യൻ അംബാസഡർ മുനു മഹാവറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. രോഗമില്ലാത്തവരെയാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. ഇതിനാൽ വിമാനത്താവളത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ശരീര ഊഷ്മാവ് നോക്കുക മാത്രമാണ് ചെയ്തത്. റിപ്പീറ്റ് ടെസ്റ്റ് നടത്താതെ തെർമൽ സ്കാനിംഗ് മാത്രം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങിയ യാത്രക്കാരെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ പരിശോധനകൾക്ക് വിധേയമാക്കി. തുടർന്ന് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. ഗർഭിണികൾക്കും കുട്ടികൾക്കും വീടുകളിലേക്ക് മടങ്ങി ഹോം ക്വാറന്റൈനിൽ കഴിയാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. ഒമാനിൽ നിന്നും മടങ്ങുന്ന ഇന്ത്യക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഒമാൻ സർക്കാരിന് ഇന്ത്യൻ അംബാസഡർ മുനു മഹാവർ നന്ദി രേഖപ്പെടുത്തി. ഒമാൻ വിദേശകാര്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, സിവിൽ ഏവിയേഷൻ അതോറിറ്റി, റോയൽ ഒമാൻ പോലീസ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നതായും മുനു മഹാവീർ പറഞ്ഞു. ഫർണിച്ചർ വർക്ക്ഷോപ്പിൽ ജോലിക്കിടെ കണ്ണിൽ തറച്ച ഇരുമ്പു പിന്നുമായി കോഴിക്കോട് പേരാമ്പ്ര സ്വദേശി സുധിയും ഈ വിമാനത്തിൽ നാട്ടിലേക്ക് പറന്നു. കഴിഞ്ഞ ഏപ്രിൽ 5-നാണ് അപകടം നടന്നത്. ജോലിക്കിടെ സ്റ്റേപ്പിലർ പിൻ വലത് കണ്ണിന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുകയായിരുന്നു. സലാലയിൽ ചികിത്സ തേടിയെങ്കിലും കൂടുതൽ ചികിത്സയ്ക്ക് നാട്ടിലേക്ക് പോകണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. തുടർന്ന് സലാല KMCC സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് നാസർ പെരിങ്ങത്തൂരിന്റെ സഹായത്തോടുകൂടി ഇന്ത്യൻ എംബസിയിൽ ഉദ്യോഗസ്ഥനായ കണ്ണൻ നായരും സുധിക്ക് വേണ്ടി പ്രത്യേക താൽപര്യം കാട്ടിയതിനെ തുടർന്നാണ് ഇന്നലെ സുധിയുടെ യാത്ര സാധ്യമായത്. വേദന കടിച്ചിറക്കുന്ന നാളുകൾക്ക് ഇന്ന് വിരാമമാവുകയാണ്. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിലാണ് തുടർ ചികിത്സ നടക്കുക. പേരാമ്പ്ര സ്വദേശിയായ സുധി 2008-ലാണ് സലാലയിൽ എത്തുന്നത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലിരുന്ന ഒരാൾ കൂടി ഒമാനിൽ മരിച്ചു. ഒമാനിലെ 17ാമത്തെ കോവിഡ് മരണമാണ് ഇത്. 80 വയസ്സുകാരിയായ സ്വദേശി വനിതയാണ് മരണപ്പെട്ടതെന്ന് ഒമാൻ ആരോഗ്യകാര്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായി 3 വിദേശികൾ മരണപ്പെട്ടിരുന്നു. ഇതുവരെ മരണപ്പെട്ടവരിൽ മലയാളിയടക്കം 11 പേർ വിദേശികളും 6 പേർ സ്വദേശികളുമാണ്. ശനിയാഴ്ച 112 പേർക്ക് കൂടി ഒമാനിൽ കോവിഡ്-19 സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 3224 ഉയർന്നു. പുതിയ രോഗികളിൽ 60 പേർ വിദേശികളാണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 1025-ൽ നിന്നും 1068 ഉയർന്നു. 2139 പേരാണ് ഇപ്പോൾ അസുഖബാധിതരായുള്ളത്.
പുതിയ രോഗികളിൽ 91 പേർ മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ളവരാണ്. ഇവിടെ മൊത്തം കോവിഡ് ബാധിതർ 2343 ഉയർന്നു. 603 പേർക്കാണ് മസ്കറ്റിൽ അസുഖം ഭേദപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ അരുവിത്തുറ സ്വദേശിയായ ക്യാപ്റ്റൻ ബിന്ദു സെബാസ്റ്റ്യനാണ് കോവിഡിനെ തുടർന്ന് കൊച്ചിയിലേക്കുള്ള ആദ്യ വിമാനം പറത്തിയത്. വന്ദേ ഭാരത് മിഷനിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് ബിന്ദു സെബാസ്റ്റ്യൻ പറഞ്ഞു. കോവിഡിനെ തുടർന്നുള്ള ലോക്ഡൌണിലും വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിനുമുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി ഒമാനിൽ നിന്നുള്ള ആദ്യ സർവീസാണ് ക്യാപ്റ്റൻ ബിന്ദു സെബാസ്റ്റ്യൻ പറത്തിയത്. യാത്രക്കാർക്ക് സാനിറ്റൈസറുകൾ, മുഖാവരണം, ഗ്ലൗസ്, സ്നാക്സ് തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയ മെഡിക്കൽ കിറ്റുകൾ ഇന്ത്യൻ എംബസിക്ക് വേണ്ടി KMCC ആണ് കിറ്റുകൾ തയ്യാറാക്കി വിതരണം ചെയ്തത്. മസ്കറ്റ് കൊച്ചി സർവീസിൽ പുറപ്പെടുന്ന യാത്രക്കാർക്ക് ആശ്വാസമായി സന്നദ്ധ സേവകരുടെ സാന്നിധ്യം. പ്രത്യേക സാഹചര്യത്തിൽ വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയും പരിശോധനകൾക്ക് സഹായിച്ചും ICF സന്നദ്ധ സേവകർ നിറഞ്ഞു നിന്നിരുന്നു. റഫീഖ് ധർമ്മടം, നിയാസ് ചെണ്ടയാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവാസികൾക്ക് ആശ്വാസ സേവനങ്ങൾ ലഭ്യമാക്കിയത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കണ്ടെയ്നർ കപ്പലായ MSC ഇസബെല്ല ഒമാൻ തീരത്ത് സലാല തുറമുഖത്താണ് കപ്പൽ എത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ തീരത്തെത്തുന്ന ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണിതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏകദേശം 400 മീറ്ററിലധികം നീളവും 61 മീറ്റർ വീതിയും കപ്പലിനുണ്ട്. ഒമാനിലെ ഇന്ധന ഉൽപാദനം കുറഞ്ഞതായി റിപ്പോർട്ട്. ദേശീയ സ്ഥിതിവിവര വിഭാഗം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം 3.8% കുറവ് വന്നതായാണ് സൂചിപ്പിക്കുന്നത്. കോവിഡ്-19 തുടർന്ന് പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിന് വിമാന സർവീസുകൾ ഒരുക്കിയത് സന്തോഷകരമാണ്. എന്നാൽ സലാലയിലെ പ്രവാസികൾക്ക് കൂടി യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ICF സലാല സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഈ വിഷയത്തിൽ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നും ICF സലാല സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മസ്കറ്റ് ഗവർണറേറ്റിലാണെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. മത്ര സീബ് വിലായത്തുകളിലാണ് മസ്കറ്റിൽ മരണങ്ങൾ സംഭവിച്ചത്. മത്രയിൽ 9 പേർ കോവിഡ് ചികിത്സയ്ക്കിടെ മരിച്ചപ്പോൾ സീബിൽ 6 പേരും കോവിഡ് ബാധിതരായി മരിച്ചു. അവസാന മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മസ്കറ്റിലാണ്. വ്യോമമേഖലയിൽ കൊറോണയുണ്ടാക്കിയ നഷ്ടം നികത്തുന്നതിന്റെ ഭാഗമായി മിഡിൽ ഈസ്റ്റിൽ വിമാനയാത്രാ നിരക്കുകളിൽ 43 മുതൽ 54% വരെ വർധനവുണ്ടാകുമെന്ന് അയാട്ട വ്യക്തമാക്കി. കൊറോണ വ്യാപനം തടയുന്നതിനായി യാത്രക്കാർക്കിടയിൽ ശാരീരിക അകലം പാലിക്കേണ്ടി വരുന്നതുകൊണ്ട് വിമാന കമ്പനികൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനാണ് ടിക്കറ്റ് നിരക്കിൽ വർധനവെന്ന് അയാട്ട റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വരുംകാലങ്ങളിൽ വിമാനയാത്ര സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാരമായി തീരാനാണ് സാധ്യത. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 500-ലെത്തി. ഗൾഫിൽ രോഗബാധിതരുടെ എണ്ണം 90,000 കടന്നു. കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം 55ആയി. കൂടുതൽ മലയാളികളും മരിച്ചത് UAE-യിലാണ്. സൗദിയിൽ 10 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 229ആയി. UAE-യിൽ കോവിഡ് മരണസംഖ്യ 174ആയി. സൗദിയിൽ മരണനിരക്ക് 239ആയി. ഖത്തറിൽ രോഗികളുടെ എണ്ണം 20,000 കടന്നു. പ്രയാസത്തിലുള്ള പ്രവാസികളെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച വിമാനങ്ങൾക്ക് സലാലയിൽ നിന്നും സർവീസ് അനുവദിക്കണമെന്ന് സോഷ്യൽ ഫോറം സലാല പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സോഷ്യൽ ഫോറം സലാലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ജാഫർ, സെക്രട്ടറി ഷിബിലി എന്നിവരാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഒമാനിൽ നിന്നും മടങ്ങുന്ന 50 പേർക്ക് പ്രവാസി വെൽഫെയർ ഫോറം ഒമാൻ ടിക്കറ്റ് നൽകും. ഗൾഫിൽ നിന്നും മടങ്ങുന്ന 300 പ്രവാസികളുടെ യാത്രാ ചെലവ് വഹിക്കാനുള്ള വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്. ഇന്ത്യൻ എംബസി യാത്രാ അനുമതി നൽകിയവരിൽ നിന്നും അർഹതപ്പെട്ടവരെയാണ് ടിക്കറ്റ് നൽകാനായി തിരഞ്ഞെടുക്കുക. മസ്കറ്റിലെ സംഗീത പ്രേമികളുടെ കൂട്ടായ്മയായ ഗ്രാമഫോൺ മസ്കറ്റ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ സംഗീത ആൽബം സാരഥി പ്രകാശനം ചെയ്യപ്പെട്ടു. പത്രപ്രവർത്തകനും മലയാള സിനിമാ സംവിധായകനുമായ VC അഭിലാഷാണ് പ്രകാശനം ചെയ്തത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നവർക്കുള്ള അഭിവാദ്യമാണ് സാരഥി എന്ന സംഗീത ആൽബത്തിലൂടെ നിർവഹിച്ചതെന്ന് ഗ്രാമഫോൺ മസ്കറ്റിന്റെ ഭാരവാഹി സുനിത് കുമാർ അറിയിച്ചു. സുരേഷ് കൈതാരമാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് കേന്ദ്ര സർക്കാർ വഹിക്കണമെന്ന് കൈരളി ആർട്സ് ക്ലബ്ബ് ഒമാൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനുള്ള നിവേദനം ഒമാനിലെ ഇന്ത്യൻ അംബാസഡർക്ക് അയച്ചുകൊടുത്തതായി കൈരളി ഭാരവാഹികൾ അറിയിച്ചു. എംബസികളുടെ സാമൂഹിക ക്ഷേമ ഫണ്ടിൽ നിന്നും ഇതിനായുള്ള തുക കണ്ടെത്തണമെന്നും കൈരളി നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്.
തുച്ഛമായ ശമ്പളം മാത്രം ലഭിച്ചിരുന്ന പലരും കഴിഞ്ഞ 2 മാസത്തിലേറെയായി യാതൊരു വരുമാനവുമില്ലാതെയാണ് ജീവിക്കുന്നത് എന്നത് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കണമെന്നും കൈരളി ആവശ്യപ്പെട്ടു. നാട്ടിൽ പോകുന്നവർ കോവിഡ്-19 ടെസ്റ്റ് നടത്തണമെന്ന നിബന്ധന കൂടി വരികയാണെങ്കിൽ ഇതിനായുള്ള ചെലവും ഇന്ത്യൻ എംബസി വഹിക്കണം. നാട്ടിൽ പോകാനുള്ള സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി പേരാണ് ഒമാനിലെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന കൈരളി പ്രവർത്തകരെ ബന്ധപ്പെടുന്നത്. നിലവിൽ കേരളത്തിലെ കൊച്ചിയിലേക്ക് മാത്രമാണ് വിമാനം തയ്യാറാക്കിയത്. മറ്റ് വിമാനത്താവളങ്ങളിലേക്കും എത്രയും പെട്ടെന്ന് യാത്രാ സൗകര്യമൊരുക്കണമെന്നും കൈരളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒമാനിലെ മറ്റ് സംഘടനകളുമായി ചേർന്നുകൊണ്ട് ഈ ആവശ്യങ്ങൾക്കായി ഒരുമിച്ച് ശബ്ദമുയർത്താൻ തയ്യാറാകണമെന്നും കൈരളി ഒമാൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 1 മാസത്തിലധികമായി ഒമാനിലെ കൈരളി പ്രവർത്തകർ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ളവർക്ക് സഹായം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസ്കുകൾ നിർമ്മിച്ച് മത്രയിലെ നിരവധിയായ സാധാരണ തൊഴിലാളികൾക്ക് എത്തിച്ചുകൊണ്ട് തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ 8500-ലധികം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ എത്തിയിരിക്കുന്നു. 600-ലധികം വളണ്ടിയർമാർ സലാല മുതൽ മസ്കറ്റ് വരെ വിവിധ മേഖലകളിൽ രംഗത്തുണ്ട്. മരുന്നുകളായും ഭക്ഷ്യധാന്യങ്ങളായും കൈരളി പ്രവർത്തകരുടെ സഹായങ്ങൾ പലരെയും തേടിയെത്തിയിട്ടുമുണ്ട്. അർഹരായ എല്ലാവർക്കും സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌൺ അവസാനിക്കുന്നതുവരെയും ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും കൈരളി ഭാരവാഹികൾ പ്രസ്താവനയിൽ അറിയിച്ചു. ഒമാനിലെ പ്രവാസികളുടെ സംശയങ്ങൾക്കും ആശങ്കകൾക്കും പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഒമാൻ തൃശൂർ ഓൺലൈൻ സംഘടിപ്പിച്ച ഫേസ്ബുക്ക് തത്സമയം ഇന്നലെ വൈകിട്ട് നടന്നു. നോർക്ക ഡയറക്ടറും ലോക കേരള സഭാംഗവുമായ PM ജാബിറാണ് ഒമാൻ തൃശൂർ ഓൺലൈൻ കൂട്ടായ്മയിൽ തത്സമയം സംവദിച്ചത്. നജീബ് കെ മൊയ്തീൻ മോഡറേറ്ററായിരുന്നു. ഒമാനിലെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായ വായനക്കൂട്ടം ലോക്ക്ഡൌൺ കാലത്ത് സംഘടിപ്പിച്ച 6ാം ഘട്ട ക്വിസ് മത്സരമായ എന്റെ ഭാഷ എന്റെ മലയാളം എന്ന ക്വിസ് മത്സരം ഇന്നലെ സമാപിച്ചു. രഞ്ജീവ് പുഷ്കരാനന്ദനാണ് 1ാം സ്ഥാനത്തിന് അർഹമായത്. ചന്തു മിറോഷ് 2ാം സ്ഥാനവും അൻസാരി മണ്ണഞ്ചേരി 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സജിത വിജയ്കുമാർ, റഫീഖ് മാഞ്ഞാലി എന്നിവർ 4ാം സ്ഥാനത്തുമെത്തി. മൊബൈൽ ഇന്ത്യൻ സ്കൂളിലെ അധ്യാപിക അനുമോൾ ലിൻസായിരുന്നു ചോദ്യോത്തര പങ്ക്തി നിയന്ത്രിച്ചിരുന്നത്. വളരെ ആശങ്കയോടെ സമീപിച്ച ക്വിസ് മത്സരം ആദ്യ ദിവസം തന്നെ അംഗങ്ങൾ നൽകിയ പ്രോത്സാഹനങ്ങളിലൂടെയാണ് പിന്നീടുള്ള ദിവസങ്ങളിലേക്ക് ഊർജം നൽകിയതെന്ന് അനുമോൾ ലിൻസ് പറഞ്ഞു. പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ആളുകൾ പങ്കെടുത്ത വായനക്കൂട്ടത്തിലെ അംഗങ്ങളെ അഭിനന്ദിക്കുന്നതായും അനുമോൾ ലിൻസ് കൂട്ടിച്ചേർത്തു. എഴുത്തുകാരെക്കുറിച്ചും എഴുത്തുകളെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ സാധിച്ചു. മലയാള സാഹിത്യത്തെ കൂടാതെ ലോക സാഹിത്യങ്ങൾ വരെ ചർച്ച ചെയ്തത് വളരെയധികം ഉപകാരപ്രദമായിരുന്നു. ഒപ്പം ഒമാനിൽ നിന്നും രചിക്കപ്പെട്ട പുസ്തകങ്ങളെയും എഴുത്തുകാരെയും പരിചയപ്പെടാനും അടുത്തറിയാനും സാധിച്ചു. വിനോദത്തിലൂടെ വിജ്ഞാനം എന്ന ആഹ്ലാദകരമായ അറിവിന്റെ 5 ദിവസങ്ങളാണ് കടന്നുപോയത്. അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പ്രോത്സാഹനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായും അനുമോൾ ലിൻസ് കൂട്ടിച്ചേർത്തു. ഒപ്പം അക്ഷരങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതായും അനുമോൾ ലിൻസ് പറഞ്ഞു. ഒമാനിലെ നിലവിലെ സാഹചര്യത്തിൽ രക്തദാതാക്കളുടെ വൻ കുറവുള്ളതായി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്നും അറിയിപ്പ് കിട്ടിയതിന്റെ സാഹചര്യത്തിൽ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സാധ്യമായ രീതിയിൽ രക്തദാതാക്കളെ കണ്ടെത്തിക്കൊണ്ട് രക്തദാനത്തിനായി മുൻകൈയെടുക്കുന്നു. നാം ജീവിക്കുന്ന രാജ്യത്തെ സഹായിക്കേണ്ടത് നമ്മുടെ കടമയായി കണ്ടുകൊണ്ട് ബ്ലഡ് ഡൊണേഷൻ ഡ്രൈവിനാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം മുൻകൈയെടുക്കുന്നത്. മെയ് 10 മുതൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണിവരെ രക്തം ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ളവരെ ബോഷർ ബ്ലഡ് ബാങ്കിൽ എത്തിച്ച് രക്തം ദാനം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാട്ടിൽ പോയി വന്നിട്ട് 4 മാസം പൂർത്തിയായവർക്ക് രക്തദാനം നടത്താവുന്നതാണ്. മത്ര വിലായത്തിൽ താമസിക്കുന്നവരുടെ രക്തം സ്വീകരിക്കുന്നതല്ല. രക്തം ദാനം ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നതായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം അറിയിച്ചു. റിയാസ് അമ്പലവാൻ 99886914. നാട്ടിൽ പോകാൻ ഇന്ത്യൻ എംബസിയുടെ ലിസ്റ്റിൽ പേർ വന്നിട്ടും സാമ്പത്തികമായി അതിന് കഴിയാതെ പോകുന്നവർക്ക് ഒമാനിലെ ആക്സിഡന്റ് ആൻഡ് ഡിമൈസ് എന്ന കൂട്ടായ്മ കൈത്താങ് ഒരുക്കുന്നു. ഈ സംരംഭത്തിൽ ടിക്കറ്റ് സ്പോൺസർ ചെയ്തുകൊണ്ട് സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാൻ എല്ലാ ഉദാരമതികളായ മഹാമനസ്കരോടും അഭ്യർത്ഥിക്കുന്നതായി ഭാരവാഹി നജീബ് കെ മൊയ്തീൻ പറഞ്ഞു. അടിയന്തരമായി നാട്ടിൽ പോകേണ്ട പാവപ്പെട്ടവർ ഇന്ത്യൻ എംബസിയിലോ നോർക്കയിലോ രജിസ്റ്റർ ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റിന് തുക കണ്ടെത്താനാകാതെ യാത്ര മുടങ്ങുന്ന സാഹചര്യമുള്ളവർ ആക്സിഡന്റ് ആൻഡ് ഡിമൈസ് ഒമാന്റെ ഭാരവാഹികളുമായി ബന്ധപ്പെടണമെന്ന് അറിയിക്കുന്നു. ആക്സിഡന്റ് ആൻഡ് ഡിമൈസ് ഒമാന്റെ വെബ് പേജിലൂടെയും ഇനി പറയുന്ന ഭാരവാഹികളുടെയും നിങ്ങൾക്ക് ആക്സിഡന്റ് ആൻഡ് ഡിമൈസിന്റെ ആളുകളുമായി ബന്ധപ്പെടാവുന്നതാണ്. നജീബ് കെ മൊയ്തീൻ 98580475, ജാസ്മിൻ യൂസഫ് 90558985, ഫിറോസ് ബഷീർ
9495729675. കോവിഡിനെ തുടർന്ന് ഇബ്രയിലെ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന ഇന്ത്യക്കാർക്ക് ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എംബസിയുടെ ഇബ്ര പ്രതിനിധിയായ മോഹൻദാസ് പൊന്നമ്പലം. മോഹൻദാസിനോടൊപ്പം മൊയ്തീൻ പാറയിൽ, സുബിൻ കൊടുങ്ങല്ലൂർ, നൌഷാദ് ചെമ്മയിൽ, ബദർ, നൌഫൽ, ജംഷീദ് എന്നിവരും വാദിത്തൈനിലെ പൊതുപ്രവർത്തകരായ വിനോദ് ചെല്ലിത്തറ, ലിജേഷ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ട് ഇബ്രയുടെ നാനാഭാഗത്തേക്കും ഭക്ഷണ കിറ്റുകൾ എത്തിച്ചുകൊടുത്തുകൊണ്ടുവരുന്നു. ഇന്ത്യൻ എംബസിയുടെ അറിയിപ്പ് പ്രകാരം പേര്, പാസ്പോർട്ട് നമ്പർ, ID നമ്പർ, ഫോൺ നമ്പർ, ഒമാനിൽ താമസിക്കുന്ന സ്ഥലം, ഇന്ത്യയിലെ സ്റ്റേറ്റ്, ഫാമിലി സ്റ്റാറ്റസ് എന്നിവ എംബസിയുടെ ഇമെയിൽ അഡ്രസ്സിൽ അറിയിച്ചാൽ നേരിട്ടോ അതോ മോഹൻദാസ് പൊന്നമ്പലം 99688380, മൊയ്തീൻ പാറയിലിൽ 92311064 എന്നിവരെ വാട്സപ്പ് വഴിയോ ഫോണിൽ വിളിച്ചോ അറിയിച്ചാൽ ഭക്ഷണ കിറ്റുകൾ എംബസിയിൽ നിന്നും കിട്ടാൻ സഹായിക്കുന്നതായിരിക്കും. ഇതിനോടൊപ്പം ബിദിയായിലെ ഷാമിസ് ഗ്രൂപ്പിന്റെ മാനേജർ തോമസ് പുന്നൻ, ഇബ്രായിലെ തർഹാസ് സൂപ്പർമാർക്കറ്റിന്റെ മാനേജർ അർഷാദ്, കൂടാതെ നല്ലവരായ ഇന്ത്യക്കാരും ചേർന്ന് സഹകരിച്ച് 300ഓളം ഭക്ഷണ കിറ്റുകൾ അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ് എന്നുള്ള നബിവചനത്തോടുകൂടി ഇന്നത്തെ ഒമാൻ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു. അബീർ ആശുപത്രിയും മോഡേൺ എക്സ്ചേഞ്ചും ചേർന്ന് അവതരിപ്പിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും ഇനി നാളെ വീണ്ടും ഇതേ സമയത്ത്. നന്ദി, നമസ്കാരം. ഒമാൻ